അത് വലിയ സന്തോഷമല്ലേ. അതിനുവേണ്ടി കൂടിയാണല്ലോ നമ്മൾ സിനിമ എടുക്കുന്നത്. പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണുക, അവരുടെ അഭിപ്രായങ്ങൾ അറിയുക. ഇപ്പോൾ വരുന്ന നല്ല വാക്കുകൾക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു വലിയ എഫേർട്ട് നമ്മൾ എടുത്തിരുന്നു. ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ആ വിഷയത്തെ സമീപിക്കാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ റിസൾട്ടാണിതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകരെ ഒരുപാട് കരയിപ്പിച്ചു കളഞ്ഞു ദിലീപേട്ടൻ. അതിനും സന്തോഷം. സന്തോഷം. എന്താണ് എല്ലാം മുടലും തങ്കമണിയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പടത്തിന്റെ? തങ്കമണി സംഭവത്തെ കൂടുതലായിട്ടും പഠിച്ചിട്ടാണല്ലോ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. മൊത്തത്തിൽ പഠിച്ചെങ്കിലും ഞാൻ മുമ്പ് ഉള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നത് തങ്കമണി സംഭവത്തിൻ്റെ കോർ മാത്രമാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ നാടനുഭവിച്ച ട്രോമ മാത്രമാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തങ്കമണി സംഭവത്തിനൊരു ഒരുപാട് എക്സ്റ്റൻഡഡ് വെർഷൻസ് ഉള്ള ഒരു സംഭവമാണ്. ആ സംഭവം നടന്നതിന് ശേഷം ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നീണ്ട ഒരുപാട് പൊളിറ്റിക്കൽ ടഗ് ഓഫ് വാർ, ഇലക്ഷൻ ടൂൾസ് ആയിട്ട് മാറിയൊരു സംഗതി അങ്ങനെയൊക്കെയുണ്ട്. നമ്മളതൊന്നും ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ആ സംഗതിയുടെ കോർ മാത്രം ഒരു ഫാമിലി ഡ്രാമയാക്കി ആ സംഗതിയുടെ കോർ മാത്രം ആ നാടും നാട്ടുകാരും അനുഭവിച്ച ട്രോമയും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ആളുകൾക്ക് വർക്കായതെന്ന് കേൾക്കുന്നത് സന്തോഷം. അപ്പം അതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് ഇപ്പോൾ സിനിമയിലോട്ട് എടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കേണ്ടി വന്നതായിട്ടോ ഒഴിവാക്കിയതിൽ ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ഹേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് അതിൻ്റെ കണക്കിത് അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ആ വിഷയത്തെ എങ്ങനെ പോർട്രേറ്റ് ചെയ്യണം, ആ വിഷയത്തിൻ്റെ എങ്ങനെ പറയണം എന്നൊക്കെ ഉള്ളത് നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആ സ്വാതന്ത്ര്യം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പറയാം, ആ നാടിൻ്റെ ട്രോമയും ആ നാടിൻ്റെ വേദനയും അവിടെയുള്ള മനുഷ്യരനുഭവിച്ച വേദനയും സംഘർഷവും പുറത്ത് കാണിക്കാമെന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. അതിനപ്പുറത്തേക്കുള്ള വേറെ രാഷ്ട്രീയ മാനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. തങ്കമണി താങ്ക് യു.